ഞാൻ ഇന്ന് ഇഫ്താറിന് എന്തുണ്ടാക്കുന്നു ഭയങ്കര കൺഫ്യൂസ് ആയിട്ട് നിന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടത്. അതിൽ പറഞ്ഞേക്കുന്ന എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല, ആ വീഡിയോ സേവ് ആക്കി അതേപോലെ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബ്രെഡ് എടുത്തു, അതിന് 4 സൈഡും ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ മസാലയ്ക്കുള്ള എല്ലാ സംഭവങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് റെഡി ആയപ്പോഴത്തേക്ക് നമ്മുടെ എഗ്ഗും റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ചെയ്യുന്ന മുന്നേ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇത് ഉണ്ടാക്കാൻ പോവാന്നല്ലോ. അപ്പൊ അപ്പോഴേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ശരിയാകുക, അതെങ്ങനെ ഇരിക്കില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഫുൾ എഗ് അല്ല വെക്കുന്നത്, നമ്മൾ ഹാഫ് ആണ് വെക്കുന്നത്. പിന്നെയാണ് എനിക്ക് അബദ്ധം മനസ്സിലായത് എങ്ങനെയൊക്കെ അത് ഒട്ടിക്കാൻ നോക്കിയിട്ടാവുന്നില്ല. എന്നിട്ട് ഞാൻ ഒരു സൈഡ് മാത്രം ഒട്ടിച്ചു നോക്കി, അപ്പോഴത്തേക്ക് ഇപ്പുറത്തെ വഴി കൂടെ എഗ്ഗ് ഇറങ്ങി വരുവാണ്. കുറേ അധികം ശ്രമത്തിന് ശേഷം ഞാൻ വിചാരിച്ചു ഇത് ശരിയാവില്ല. അങ്ങനെ ഞാൻ ആ എഗ്ഗിന്റെ പകുതിയുമാക്കി, എന്നിട്ടും കൂടെ ശരിയാവാത്തത് കൊണ്ട് എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ അരിഞ്ഞങ്ങ് എടുത്തു. ഇനി എഗ് റോൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അത് ഇനി ഒരു വഴിയുള്ളൂ. ആ ഒരെണ്ണം ഉണ്ടാക്കിയത് ഞാൻ എങ്ങനെയൊക്കെയോ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത്രയും ടൈം നമ്മൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വെച്ചാൽ കുറച്ചധികം കഷ്ടപ്പാടാണ്. ആ വീഡിയോ കണ്ടുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നി. അറ്റ്ലീസ്റ്റ് എൻ്റെ കമന്റെങ്കിലും ഞാൻ എടുത്ത് വായിച്ചു നോക്കായിരുന്നു. എന്തോ ഉണ്ടാക്കാൻ പോയിട്ട് എന്തോ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു തൃപ്തിയായിരുന്നു എനിക്ക്. പക്ഷെ ലാസ്റ്റത്തെ സംഭവം ഞങ്ങൾക്ക് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൊള്ളാം. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.